ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM നേതൃത്വത്തെ പിടിച്ചുലച്ച കത്ത് വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പാർട്ടി ദേശീയ സംസ്ഥാന നേതൃത്വം. മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും തോന്നിയാസങ്ങൾ വാർത്തയെ ആഘോഷിക്കുന്നത് പരിതാപകരമെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ഗാർഹിക പീഡനത്തിന് പ്രതി ചേർക്കപ്പെട്ടയാളാണ് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് എന്ന് മുൻ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. 2023 മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിസിനസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ രാജേഷ് കൃഷ്ണ ഭീഷണി സ്വരത്തിൽ ഷർഷാദിനോട് പറഞ്ഞെന്ന് പറയുന്ന കാര്യങ്ങളാണ് ആരോപണ സ്വഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നിവരുടെ ബിനാമിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ നേതാക്കളെ പണം കൈകാര്യം ചെയ്യുന്ന കെയർടേക്കറാണെന്നും രാജേഷ് അവകാശപ്പെട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിലെ വായ്പാടവും മുടങ്ങിയ പ്രശ്നത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ചോദ്യങ്ങളെ നേരിടാതെ ഒഴിഞ്ഞുമാറുകയാണ് CPIM നേതൃത്വം. ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ആരോപണങ്ങളെ അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളുന്ന MV ഗോവിന്ദന് മറുപടിയുമായി പരാതിക്കാരൻ രംഗത്തെത്തി. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. ഷർഷാദിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിടത്തില്ല കേട്ടോ. ചോർന്നു എന്ന് പറയുന്ന വിവാദക്കത്ത് കഴിഞ്ഞ 4 വർഷമായി വാട്സാപ്പിൽ കറങ്ങുന്നതാണെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. നിർണായകമായ തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്ന പരാതി പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. CPIM-നെ പ്രതിസന്ധിയിലാക്കിയ കത്ത് വിവാദം പാർട്ടിക്കുള്ളിലെ പോരിന്റെ കൂടി പ്രതിഫലനമാണ്. പരാതിക്കാരനായ വ്യവസായി ഷർഷാദിനെയും EP ജയരാജൻ ഫോണിൽ വിളിച്ച് കത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതായി വിവരമുണ്ട്. നേരത്തെ MV ഗോവിന്ദനെതിരായ ജ്യോതിഷ വിവാദം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതും കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായിരുന്നു. CPM-ലെ കത്ത് വിവാദത്തിനു പിന്നിൽ കണ്ണൂർ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയെന്നാണ് സൂചന. PB അംഗത്തിന് നൽകിയ കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്നാണ് പരാതിക്കാരനായ ഷർഷാദിന്റെ ആരോപണം. മകനെതിരായാണ് ആരോപണമെങ്കിലും ഒളിയമ്പ് MV ഗോവിന്ദന് നേരെയാണ്. കഴിഞ്ഞ ദിവസം പരാതിക്കാരനെ മുതിർന്ന നേതാവ് EP ജയരാജൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും കത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെന്നുമാണ് വിവരം. ഇതിനു പിന്നാലെയാണ് കത്ത് ചോർന്ന വിവരം പുറത്തറിഞ്ഞതും ശ്യാംജിത്തിനെതിരെ ആരോപണമുയർന്നതും. സമീപകാലത്ത് MV ഗോവിന്ദനെതിരെ ഉയർന്ന ജ്യോതിഷ വിവാദവും ഇതേ ഭിന്നതയെ തുടർന്നാണ്. അന്ന് സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദനെതിരെ വിമർശനം ഉന്നയിച്ചത് കണ്ണൂരിലെ മറ്റൊരു മുതിർന്ന നേതാവായിരുന്നു. തുടർച്ചയായ വിവാദങ്ങൾ MV ഗോവിന്ദനെതിരായ പാർട്ടിക്കുള്ളിലെ പുതിയ പടയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 24 കണ്ണൂർ. കത്ത് വിവാദത്തിൽ CPM-നെ പ്രതിരോധിച്ച് ആരോപണ വിധേയൻ രാജേഷ് കൃഷ്ണ. തനിക്കെതിരായ കത്ത് മുഹമ്മദ് ഷർഷാദ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നതാണ്. തനിക്കെതിരെ വാർത്ത വന്നാൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല എന്ന് കരുതിയാണ് CPM-നെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നത്. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജേഷ് കൃഷ്ണ വ്യക്തമാക്കി. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് ഹമാസ് അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് ഹമാസിന്റെ പ്രതിനിധികൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ്. അൽ ജസീറ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പല പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളും റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളും വെടിനിർത്തൽ കരാറിലേക്ക് എന്ന സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഇടനിലക്കാർ, അതായത് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെ ഹമാസിന്റെ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ. അതിൽ എന്താണ് ഹമാസിന്റെ നേതൃത്വത്തിന്റെ നിലപാട്, ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ് എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ റോയിട്ടേഴ്സ് ഉൾപ്പെടെ അൽ ജസീറ ഉൾപ്പെടെ അതുപോലെ അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഇസ്രായേൽ മാധ്യമങ്ങളും ഈ വാർത്ത ഇതേ നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം, ഔദ്യോഗിക പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ കുറെ കൂടി സ്ഥിരീകരിച്ച വിവരങ്ങൾ വരുമെന്ന് നമുക്ക് കരുതാം.
മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വോട്ട് കൊള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യം. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടന്നു. പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പിന്നീട് പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിന് മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ കടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള നീക്കം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സഖ്യം. From the beginning, the government had ulterior motive to make election commission the B team of the government. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും നേതാക്കൾ. വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 7 ചോദ്യങ്ങളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. 24 ഡൽഹി. അതിനിടെ വോട്ടർ അധികാർ യാത്രയിൽ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കടന്നാക്രമിക്കുന്നത് തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചുമതല കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കണം. വോട്ട് മോഷണം നടത്തുന്നവരെ പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. इलेक्शन कमीशन से मैं कहना चाहता हूं, पूरा देश आपसे एफिडेविट मांगने का काम करेगा. थोड़ा सा समय दे दो. हर स्टेट में, हर विधानसभा में, हर लोकसभा में हम आपकी चोरी पकड़ के देश को दिखाने जा रहे हैं. मगर इन्होंने क्या किया? बिहार के लिए जैसे मोदी जी स्पेशल पैकेज की बात करते हैं, बिहार के लिए ये एक नया स्पेशल पैकेज लाए हैं. उसका नाम है SIR. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ നൽകിയ പരാതിയിൽ TN പ്രതാപന്റെ മൊഴിയെടുത്ത് പോലീസ്. തൃശൂർ SCPയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ LDFനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ രംഗത്ത്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം 11 വോട്ടുകൾ വ്യാജരേഖ ചമച്ച് സ്ഥിരതാമസമില്ലാത്ത മേൽവിലാസത്തിൽ ചേർത്തുവെന്നാണ് TN പ്രതാപന്റെ ആരോപണം. പരാതി തെളിയിക്കുന്ന രേഖകളടക്കം പോലീസിന് കൈമാറിയെന്നും ഒരു നിമിഷം പോലും MP സ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ലെന്നും TN പ്രതാപൻ. സംഘടിതമായ വോട്ട് കളവിന് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി പാർലമെന്റ് അംഗത്വം രാജിവെക്കണം. ഞങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് വാനരന്മാരെന്ന് പറഞ്ഞിട്ടാണല്ലോ. ഞങ്ങളുടെ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാൻ വേണ്ടി പറ്റും. തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് VS സുനിൽകുമാറെന്നും തൃശൂരിൽ ഉയർന്ന വ്യാജ ആരോപണങ്ങളെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ. CPM-ഉം കോൺഗ്രസും ആ കൊടുമുടിയിൽ നിന്നാണ് 75,000 വോട്ടിന് നിലം പതിച്ചത്. അത് അംഗീകരിക്കാനുള്ള ആ മനോനില വീണ്ടെടുക്കാൻ 1 വർഷം കഴിഞ്ഞിട്ടും സുനിൽകുമാറിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കള്ളപ്രചരണമാണ് BJPക്കും സുരേഷ് ഗോപിക്കും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ തൃശൂർ മുൻ കളക്ടർ കൃഷ്ണതേജയ്ക്ക് പിന്തുണയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രംഗത്തെത്തി. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ 4 പേരുകൾ ഉയർന്നു വന്നു. ISRO മുൻ ഡയറക്ടർ M അണ്ണാദുരൈയുടെ പേരിനാണ് മുൻതൂക്കം. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്നാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു. യോഗത്തിൽ 4 പേരുകൾ ഉയർന്നു വന്നതായും ISRO മുൻ ഡയറക്ടർ M അണ്ണാദുരൈയുടെ പേര് ഭൂരിഭാഗം പേരും പിന്തുണച്ചതായാണ് വിവരം. ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടി നേതാക്കളുമായി ഖാർഗെ ഫോണിൽ സംസാരിക്കും. നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം നാളെ ഉച്ചയോടെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഷ്ട്രീയേതര രംഗത്തുള്ള വ്യക്തിയെയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തി കൂടിയാണെങ്കിൽ BJPക്കുള്ള മറുപടി കൂടിയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. നാളെ രാവിലെയോടെ അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കും. 24 ഡൽഹി.
NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക നൽകും. പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ BJP ചുമതലപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി രാജ്നാഥ് സിംഗ് ഫോണിൽ സംസാരിച്ചു. എന്നാൽ DMK CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുമെന്ന് YSR കോൺഗ്രസ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. നാളെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 4-അംഗ ബെഞ്ച് പരിഗണനയ്ക്കെടുക്കുന്നത്. ഇതിന് മുന്നോടിയായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. രാഷ്ട്രപതി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയെ നിയമിച്ചു. ചാൻസലറും സംസ്ഥാന സർക്കാരും നൽകിയ പട്ടികയിൽ നിന്ന് സെർച്ച് കമ്മിറ്റിയെ ചെയർപേഴ്സൺ തന്നെ തെരഞ്ഞെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. VC നിയമനം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലെ സർക്കാർ ചാൻസലർ തർക്കത്തിന് പരിഹാരം. VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വിരമിച്ച ജസ്റ്റിസ് സുധാംശു ധൂലിയെ ചെയർപേഴ്സണായി നിയമിച്ചാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. സംസ്ഥാനവും ചാൻസലറും നൽകിയ പട്ടികയിൽ നിന്ന് 2 പേരെ വീതം തിരഞ്ഞെടുത്ത ചെയർപേഴ്സൺ സെർച്ച് കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കണം. 2 സർവകലാശാലകളിലും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ഇരു സർവകലാശാലകളിലെയും VC നിയമനത്തിന് ഒറ്റ സെർച്ച് കമ്മിറ്റിയോ വെവ്വേറെ സെർച്ച് കമ്മിറ്റിയോ ആകാം. 1 മാസത്തിനുള്ളിൽ നടപടികളുടെ പുരോഗതി കോടതിയെ അറിയിക്കണം. സെർച്ച് കമ്മിറ്റി 3 പേരുടെ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണം. മുഖ്യമന്ത്രി പരിഗണനാക്രമം നിശ്ചയിച്ച ഈ പാനൽ ഗവർണർക്ക് നൽകണമെന്നും ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഉത്തരവിലൂടെ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സഹകരിച്ച് മുൻപോട്ട് പോകാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നുവെന്ന് ജസ്റ്റിസ് പർദിവാല പറഞ്ഞു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിരമിച്ച ജഡ്ജി വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് കോടതിയുടെ ഉത്തരവ്. R. അച്യുതൻ, 24, ഡൽഹി. വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ VC സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുപ്പിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് വുമൺസ് കോളേജിൽ സംഘടിപ്പിച്ച കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ രജിസ്ട്രാറായി പങ്കെടുപ്പിച്ചത് ഡോക്ടർ KS അനിൽകുമാറിനെ. താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പനെ പരിപാടിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി. ഇടത് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയുടെ നോട്ടീസിൽ VCയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ചടങ്ങിൽ നിന്ന് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിട്ടുനിന്നു. എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പരിപാടിയിൽ മുഖ്യ അതിഥിയായി. സിനിമാ കോൺക്ലേവിലെ അടൂരിന്റെ പരാമർശത്തിനെതിരെ വീണ്ടും പുഷ്പവതി രംഗത്തെത്തി. ഞാൻ വന്ന വഴികളിൽ കൂടി ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന ചില അഭിപ്രായങ്ങളാണ്. അപ്പം നിങ്ങൾ കേട്ട് കാണുമ്പോൾ ഈ അടുത്ത് ഹൂ ഈസ് ഷീ എന്ന് ചോദിച്ച ചോദ്യം, ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അതേത് കോൺക്ലേവ് ആണെങ്കിലും കോൺക്ലേവിൻ്റെ അർത്ഥം സമ്പുഷ്ടമാകണമെങ്കിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണമാവണമെങ്കിൽ അവരുടെ ശബ്ദങ്ങൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ആശയ സമന്വയമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയ രൂപീകരണം നടക്കുന്നിടത്ത് ഒരു അടിത്തട്ട് വനിതയുടെ ശബ്ദം കേട്ടപ്പോൾ അതാര് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. 24 തിരുവനന്തപുരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ അജിത് ഡോവലുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വാങ് യി ചർച്ചകൾ നടത്തും. ഇന്ത്യ ചൈന ബന്ധം പരസ്പര ബഹുമാനത്തോടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ട് പോകണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ടെലിഫോണിൽ സംസാരിച്ചു. തീരുവ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നയതന്ത്രതല യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിലവിൽ മോശമായ ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ഇരുപക്ഷത്തു നിന്നും ആവശ്യമാണെന്നും ഇന്ത്യ അറിയിച്ചു. Our two nations now seek to move ahead. This requires a candid and constructive approach from both sides.
അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ അടുത്ത ഘട്ട സംഭാഷണം നാളെ അജിത് ഡോവലുമായി നടക്കും. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാങ് കൂടിക്കാഴ്ച നടത്തും. അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ടിബറ്റൻ വംശജർ രംഗത്തെത്തി. ഡൽഹിയിലെ ചൈനീസ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ത്യ സന്ദർശനത്തിന് ശേഷം വാങ് പാകിസ്ഥാനിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അലാസ്ക ഉച്ചകോടിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ വിളിച്ചു. ട്രംപ് സെലൻസ്കി നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പുടിന്റെ നീക്കം. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പുടിന് എല്ലാ പിന്തുണയും മോദി വാഗ്ദാനം ചെയ്തു. 24 ഡൽഹി. വ്ളാദിമിർ സെലൻസ്കിയുമായി ഇന്ന് നിർണായക ചർച്ചകൾ നടത്താനിരിക്കെ യുക്രൈൻ വിരുദ്ധ നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് നാറ്റോ അംഗത്വം നൽകില്ല എന്നും ക്രിമിയ തിരികെ ലഭിക്കില്ല എന്നും ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമയം രാത്രി 10:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് വൊലോദിമിർ സെലൻസ്കിയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചത്. എന്നാൽ സെലൻസ്കിയെ കാണുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാട് ട്രംപ് വ്യക്തമാക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സെലൻസ്കിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനടി അവസാനിപ്പിക്കാം, അതല്ല എങ്കിൽ യുദ്ധം തുടരാമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. യുക്രൈന് നേറ്റോ അംഗത്വം നൽകില്ല, റഷ്യ പിടിച്ചെടുത്ത ക്രൈമിയ ഇനി തിരികെ ലഭിക്കില്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിക്കൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയൻ, നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ എന്നിവർ പങ്കെടുക്കും. വിഷയത്തിൽ യുക്രൈനെ ഉൾപ്പെടുത്താത്ത തീരുമാനമെടുക്കരുതെന്നും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിലെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ. അൽ ജസീറയുടേതാണ് ഈ റിപ്പോർട്ട്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. ആദ്യഘട്ടമായി 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടും. തടവിലുള്ള ബന്ദികളുടെ മോചനത്തിന് ധാരണയായി എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ വിവരങ്ങൾ നൽകും. മെറിൻ, ഇതിപ്പോൾ BBC-യും അതുപോലെ റോയിട്ടേഴ്സും അൽ ജസീറയും ഒക്കെ നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമ്മളുടെ പക്കലുള്ളൂ. ഔദ്യോഗികമായി ഇസ്രായേലോ ഹമാസോ ഇതിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഈജിപ്റ്റോ ഒന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ പുരോഗതി ചർച്ചകളിലുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്, അല്ലേ? വിജയകുമാർ, ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുരോഗതികളുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അൽ ജസീറ അതേപോലെ തന്നെ BBC, റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഗസയിലെ വെടിനിർത്തൽ നിർത്തുന്നത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചുവെന്ന് തന്നെയാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈജിപ്തിന്റെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഇതിൽ ഹമാസിൻ പ്രതിനിധികൾ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അംഗീകരിച്ചു എന്ന് പറയുന്നുകൊണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം, ഈ ഒരു കരാർ പ്രകാരം ആദ്യഘട്ടമായി 60 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വരും. അതിനുശേഷം ആ 60 ദിവസത്തെ കാലയളവിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരമാണ് വരുന്നത്. അതിനുശേഷമായിരിക്കും ബന്ദികളെ കൈമാറുന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നത്. 2 ഘട്ടമായി ബന്ദികളെ കൈമാറുമെന്നാണ് വിവരം. അതിനു പകരം ഇസ്രായേൽ ജയിലുകളിലുള്ള തടവുകാരെ മോചിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഹമാസിന്റെയോ അതുപോലെ തന്നെ ഇസ്രായേലിന്റെയോ പ്രതികരണം, ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അത്തരത്തിലൊരു പ്രതികരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഇങ്ങനെയാണ് കുറിച്ചത്. അതായത് ബന്ദികളുടെ മോചനം സാധ്യമാകാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് ഹമാസിനെ നശിപ്പിക്കുകയാണ്. അതല്ലാതെ ബന്ദികളുടെ മോചനത്തിന് വേറെ ഒരു വഴിയുമില്ലെന്നാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെയോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇസ്രായേലിന്റെയോ പ്രതികരണം ഔദ്യോഗികമായി ഒന്നും ലഭിച്ചിട്ടില്ല. ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. 5 ലക്ഷത്തോളം പേർ അണിനിരുന്ന റാലിയാണ് ഇസ്രായേൽ നഗരങ്ങളിൽ അരങ്ങേറിയത്. അവിടെ തന്നെ ആ ജനജീവിതം തന്നെ നിശ്ചലമാക്കിക്കൊണ്ട്, ഇസ്രായേൽ നഗരങ്ങളെ നിശ്ചലമാക്കിക്കൊണ്ട് തന്നെ ഒരു പ്രതിഷേധമാണ് നടന്നത്. ബന്ദികളുടെ മോചനത്തിന് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജനലക്ഷങ്ങൾ, 5 ലക്ഷം പേർ തെരുവിലിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്.
വരുന്നത്. അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. മരണസംഖ്യ 65,000 പിന്നിട്ട് കഴിഞ്ഞു. പട്ടിണി മരണങ്ങളും കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. 200-ലധികം പേരാണ് അവിടെ പട്ടിണി മൂലം മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് മരിക്കുന്നതെന്നുള്ള ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഗസയിൽ വെടിനിർത്തലിന് പുതിയ നിർദ്ദേശങ്ങളോട് ഹമാസ് ഉപാധികളില്ലാതെ സമ്മതിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അത് ഔദ്യോഗികമായ ഒരു പ്രതികരണമൊന്നുമില്ല. അൽ ജസീറ, അതുപോലെ തന്നെ BBC, റോയിറ്റേഴ്സ് എന്നീ മാധ്യമങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയകുമാർ. 22 മാസം നീണ്ട യുദ്ധത്തിന് ഒരവസാനമുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പുരോഗതിയുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ BBC ആണെങ്കിലും റോയിട്ടേഴ്സ് ആണെങ്കിലും AFP ആണെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചകൾ പുരോഗമിച്ചു എന്നാണ്. അൽ ജസീറയും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. ഹമാസിന്റെ കോട്ട് ചെയ്യാൻ കഴിയാത്ത ചില വക്താക്കൾ എന്ന നിലയിലാണ് അവരൊക്കെ ഈ പ്രതികരണങ്ങൾ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു കൗതുകം ഇതിൽ ട്രംപ് ചില കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇങ്ങനെയാണ്. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഓർക്കുക, 100 കണക്കിന് ബന്ദികളെ ഇസ്രായേലിലേക്ക് മോചിപ്പിച്ചു വിട്ടത് ഞാനാണ്. വെറും 6 മാസത്തിനുള്ളിൽ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് ഞാനാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തത് ഞാനാണ്. ജയിക്കാൻ വേണ്ടി കളിക്കുക, അല്ലെങ്കിൽ കളിക്കാതിരിക്കുക. ഇതാണ് അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, നേരത്തെ മെറിൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം മുമ്പ് ഇട്ടതാണ് ഈ കാര്യം. അത് ഈ ഒരു പക്ഷേ ഈ ഹമാസ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ ധാരണ അതിലേക്ക് നീങ്ങുന്നു എന്ന വിവരം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെയും പറഞ്ഞതിനെ ഈ ധാരണയ്ക്ക് പിന്നിലും ഞാനാണ്. ഏതായാലും അത് മാത്രം കണ്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ വിജയശില്പി എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്നത്. ഏതായാലും കുറച്ചൊക്കെ പ്രതീക്ഷാനിർഭരമായ വിവരങ്ങൾ വരുന്നുണ്ട്. ഗസയിൽ സമാധാനത്തിലേക്ക് ഗസ തിരികെ വരും എന്ന മട്ടിലെന്ന സൂചനകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. BBC പറയുന്നത് ബന്ദികളുടെ മോചനത്തിന് ധാരണയായി എന്നാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ എന്ന നിലയിലാണ് പ്രാഥമിക വിവരങ്ങൾ വരുന്നത്. വിശദാംശങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മെറിൻ മേരി ചാക്കോയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിമർശനം. റോഡിന്റെ അവസ്ഥ പരിതാപകരമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടി വരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിമർശിച്ചു. ഹർജിയിൽ ഉത്തരവ് പിന്നീടുണ്ടാകും. പാലിയേക്കര ടോൾ തടഞ്ഞ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് കേൾക്കേണ്ടി വന്നത്. റോഡിലിറങ്ങുന്ന ജനങ്ങളുടെ അവസ്ഥ ദേശീയപാത അതോറിറ്റി അറിയണമായിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസം 12 മണിക്കൂറാണ് ഗതാഗത കുരുക്കുണ്ടായതെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ഗതാഗത കുരുക്കുണ്ടായാൽ പൊതുജനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാനാവില്ലെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പ്രാദേശിക സമ്മർദ്ദം മൂലമാണ് ദേശീയപാതയിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് കാരണമായ കവലകൾ ഉണ്ടായതെന്ന് ദേശീയപാത അതോറിറ്റി വാദിച്ചു. ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്വം ഉപകരാറെടുത്ത PST എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്കാണെന്നും പ്രധാന കരാർ കമ്പനി സുപ്രീം കോടതിയെ അറിയിച്ചു. സർവീസ് റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമായിരുന്നുവെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹർജിയിൽ വാദം പൂർത്തിയായതോടെ ഉത്തരവ് പറയാനായി മാറ്റി. അച്യുതൻ, 24, ഡൽഹി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥി നഫീസത്ത് മിശ്രിയാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് 2 ഇടങ്ങളിൽ ഉണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. രാവിലെ പിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകവേ ഓട്ടോ ഇടിച്ച് കുട്ടി റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. റോഡിൽ വീണ കുട്ടിയുടെ മുകളിലൂടെ ബസ് കയറിയാണ് ദാരുണാന്ത്യം. റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം. സ്പെൻസർ ജംഗ്ഷനിലാണ് കാശിനാഥൻ എന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതാണ് അപകട കാരണം. പേരാമ്പ്ര ബൈപ്പാസിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് കാറും ജീപ്പും കൂട്ടിയിടിച്ചത്.
3 പേർക്ക് പരിക്കേറ്റു. പെരുവയലിന് സമീപം കൊളശ്ശേരി താഴത്ത് കാർ വയലിലേക്ക് മറിഞ്ഞാണ് 3 പേർക്ക് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് 10 മീറ്ററോളം താഴ്ചയുള്ള വയലിലേക്ക് മറിയുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് ഇവരെ കാറിൽ നിന്ന് പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോസ് 24. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നടു റോഡിൽ കസേരയിട്ട് കുത്തിയിരിപ്പ് സമരം. തിരൂർ ചെമ്പ്രവട്ടം സംസ്ഥാന പാതയിലാണ് പ്രദേശവാസിയായ മണികണ്ഠൻ പ്രതിഷേധിച്ചത്. യാത്രികർ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാനാണ് താൻ കസേരയിട്ട് ഇരുന്നത് എന്ന് മണികണ്ഠൻ പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ തിരൂർ ചെമ്പ്രവട്ടം പാതയിലെ ഗതാഗതക്കുരുക്കും അതിരൂക്ഷമാണ്. നിരവധി തവണ അറിയിച്ചിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. റാപ്പർ വേടനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി 2 യുവതികൾ കൂടി രംഗത്ത്. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി യുവതികൾ പരാതി നൽകി. വേടനെതിരെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ മാസം 31-നാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് ചുമത്തിയത്. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനിടെയാണ് വീണ്ടും പരാതികൾ. മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ചത് 2 പരാതികളാണ്. ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ 2020 ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം നടത്തിയെന്നാണ് ഒരു പരാതി. നിലവിൽ കേരളത്തിന് പുറത്തു പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ അനുമതി തേടിയിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു. ജാമ്യഹർജിയെ എതിർത്ത പോലീസ് റിപ്പോർട്ട് നൽകി. വേടൻ സ്ഥിരം കുറ്റവാളിയെന്ന് പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. വേടൻ സർക്കാരിൽ സ്വാധീനമുള്ള ആളാണെന്നും വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരുടെ ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തില്ല. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ കേസിൽ 2 യുവാക്കൾ പിടിയിലായി. പാലക്കാട് കുത്തന്നൂരിലായിരുന്നു സംഭവം. തോലന്നൂർ സ്വദേശി അഖിൽ, പുതുശ്ശേരി സ്വദേശി രാഹുൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. തോലന്നൂർ സ്വദേശി അഖിലും കുത്തന്നൂർ സ്വദേശിയായ 17-കാരിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. അഖിലിനോട് പെൺകുട്ടി പിണങ്ങിയതോടെ സൗഹൃദം പിന്നെ പകയാവുകയായിരുന്നു. യൂട്യൂബ് നോക്കിയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്നാണ് യുവാക്കൾ നൽകിയ മൊഴി. ഇത് വളരെ സെൻസിറ്റീവായ കേസായതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ പ്രതികളെ നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തു. വളരെയധികം CCTV ഫുട്ടേജുകൾ നോക്കിയും CDR പരിശോധനകളും മറ്റും നടത്തി ഒരുപാട് സാക്ഷികളെയും കണ്ടു ചോദിച്ച് നമ്മളാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞത്. പ്രതികളായ അഖിലിനെയും സുഹൃത്ത് അരുണിനെയും പെൺകുട്ടിയുടെ വീടിന് സമീപം എത്തിച്ച തെളിവെടുത്തു. പെട്രോൾ ബോംബ് കത്തിച്ചു വെച്ചതിന് ശേഷം ജനൽ ചില്ലകൾ എറിഞ്ഞു പൊളിച്ചുവെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. കുഴൽമന്ദം പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 35-ലധികം CCTVകൾ പരിശോധിച്ച ശേഷമായിരുന്നു അഖിലും രാഹുലുമാണ് പ്രതികളെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന താൽക്കാലികമായി നിർത്തി. കണ്ടെടുത്ത അസ്ഥികളുടെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷമാകും തുടർ പരിശോധനയിൽ തീരുമാനമെടുക്കുക എന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞു. അതേസമയം സാക്ഷിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. 2 ആഴ്ചയിലധികം നീണ്ടുനിന്ന പരിശോധനയിൽ 17 സ്പോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ നിർണായക തീരുമാനം. 6-ാം സ്പോട്ടിൽ നിന്നും 14A സ്പോട്ടിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികളുടെ പരിശോധനാ ഫലം പുറത്തുവരണം. മാത്രമല്ല, സാക്ഷി കോടതിയിൽ നൽകിയ അസ്ഥിയുടെ കാലപ്പഴക്കവും മണ്ണും പരിശോധിക്കണം. ഈ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതുവരെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നിർത്തിവെച്ചതായാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയെ അറിയിച്ചത്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും തെറ്റു ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. സാക്ഷിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അന്വേഷണം കഴിയും വരെ അത്തരം ചർച്ചകളിലേക്ക് കടക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. 24 ചെന്നൈ. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ മർദ്ദനമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെയും പ്രധാന അധ്യാപകന്റെയും മൊഴിയെടുത്ത ശേഷമാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്റർ M അശോകനെതിരെ നടപടിയുണ്ടായേക്കും. അസംബ്ലിക്കിടെ കാൽകൊണ്ട് ചരൽ നീക്കിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയെ
കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ എം അശോകൻ കർണത്തടിക്കുകയും കുട്ടിയുടെ കർണപുടം പൊട്ടുകയും ചെയ്ത സംഭവത്തിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കും. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെയും ഹെഡ്മാസ്റ്ററുടെയും മൊഴി ടി വി മധുസൂദനൻ ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടാണ് DDEയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹെഡ്മാസ്റ്റർ എം അശോകന് ലക്ഷ്യം തെറ്റിയതാണെന്നും പിശക് പറ്റിയതാണെന്നുമാണ് PTA നിലപാട്. മാഷ് ഒരു മാഷ് കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അധ്യാപകനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം. 24 കാസർഗോഡ്. വയനാട് പുൽപ്പള്ളി ചേകാടി സർക്കാർ LP സ്കൂളിലേക്ക് ഇന്ന് അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി. സ്കൂൾ വരാന്തയിലും ഓഫീസിന് മുന്നിലും വളപ്പിലും 1 മണിക്കൂറോളമാണ് വഴിതെറ്റിയെത്തിയ കുട്ടിയാന ചെലവഴിച്ചത്. കുട്ടികളെ ക്ലാസ് മുറിയിലാക്കിയതിനാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് 1 മണിയോടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് കുഞ്ഞൻ ആന ചേകാടി സ്കൂളിലേക്ക് കടന്നു വന്നത്. സ്കൂൾ വരാന്തയിലും ക്ലാസ് മുറികൾക്ക് മുന്നിലും റോന്തു ചുറ്റി. ഈ സമയം കുട്ടികളെ ക്ലാസ് മുറികളിലേക്ക് മാറ്റി അധ്യാപകർ വാതിലുകൾ അടച്ചു. നാട്ടുകാരെ വിവരമറിയിച്ചു. അവരെല്ലാം സ്കൂളിന് കവചമായി. സ്കൂൾ വളപ്പ് വിട്ടുപോകാൻ ഒരുക്കമല്ലായിരുന്നു അപ്പോഴും കുട്ടിയാന. കാണാൻ കൗതുകമാണ്, പക്ഷേ ചന്തവുമാണ്, ഒക്കെ സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വല്ലാത്തൊരു വേവലാതിയായിരുന്നു. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുട്ടിയാനയെ വലയിലാക്കി. പിന്നെ നേരെ വനത്തിനുള്ളിലേക്ക്. കാട്ടാനക്കൂട്ടത്തിനൊപ്പം ചേർക്കുക എന്നതായിരുന്നു ദൗത്യം. ഇന്ന് രാവിലെയാണ് കുട്ടിയാന കിടങ്ങിൽ വീണത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൂട്ടത്തിന് അടുത്തേക്ക് എത്തിച്ചുവെങ്കിലും ഇത് സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്കൂളായതിനാൽ കാട്ടാനകൾ ഇവർക്ക് പുതിയ അനുഭവമല്ല. 24 വയനാട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കു സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, അഭിമുഖങ്ങൾ, നവോദയ വിദ്യാലയം, റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. അതേസമയം സ്കൂൾ പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കും. നോക്കാം വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.